ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 10ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിലെ 2ാം വാല്യത്തിലാണ് ഇത് ഉൾപ്പെടുത്തുന്നത്. അതേസമയം ഭാരതാംബ വിഷയത്തിൽ നിലവിലെ നിലപാട് തുടരാനാണ് രാജ്ഭവന്റെ തീരുമാനം. എന്നാൽ ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇടതുപക്ഷം. ഭാരതാംബ വിഷയത്തിൽ ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടയിലാണ് ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. 10ാം ക്ലാസിന്റെ സാമൂഹ്യ പാഠം 2ാം വാല്യത്തിൽ ഇത് ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. +1, +2 തലങ്ങളിൽ എവിടെയെല്ലാം ഉൾപ്പെടുത്താൻ കഴിയുമോ അവിടെയെല്ലാം ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച് പാഠ്യപദ്ധതിയിൽ ചേർക്കും. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം വോള്യത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ 11, 12 ക്ലാസ്സിലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പുതുക്കുന്ന അവസരത്തിൽ ഏതെല്ലാം ഭാഗത്ത് ഉൾപ്പെടുത്താൻ കഴിയുമോ ആ ഭാഗത്തൊക്കെ തന്നെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടുത്തുന്നതാണ്. അതേസമയം ഭാരതാംബ വിഷയത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാരും ഗവർണറും. ചിത്രം രാജ്ഭവനിൽ തുടരുമെന്ന് ഗവർണർ വ്യക്തമാക്കുമ്പോൾ സർക്കാർ ചടങ്ങുകൾ ഇനി രാജ്ഭവനിൽ നടത്തേണ്ട എന്ന നിലപാടിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. ഇതോടൊപ്പം ഗവർണറുടെ നിലപാടിനെതിരെ പ്രതിഷേധവും ശക്തമാക്കുകയാണ് ഇടതുപക്ഷം. SFIയുടെ നേതൃത്വത്തിൽ ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുമെന്ന് ആഹ്വാനം ചെയ്ത് രാജ്ഭവനിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. പ്രകടനം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും രാജ്ഭവന്റെ ഗേറ്റിന് മുൻപിൽ വരെ പ്രവർത്തകർ എത്തി. ഇന്ത്യൻ പതാക അംഗീകരിക്കാത്ത, ഇന്ത്യൻ ദേശീയത അംഗീകരിക്കാത്ത, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയ ചരിത്രമുള്ള ആർലേക്കറുടെ പിന്മുറക്കാർ മനസ്സിലാക്കേണ്ടത് ആർലേക്കർ ഉൾപ്പെടെയുള്ളവർ അവരുടെ ബാക്കിപത്രമാണ്. ആർലേക്കർ തിരുത്തുക, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തിരുത്തും വരെയും ആ സമരം തുടരുമെന്നതാണ്. അതിനിടെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാത്ത മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ABVP പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. എന്നാൽ ABVP ഇപ്പോൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ രാജ്ഭവന്റെ അറിവോടെയാണെന്നും രാജ്ഭവനിലെ ഓഫീസ് സ്റ്റാഫ് തിരുവനന്തപുരത്തെ പ്രമുഖനായ RSS പ്രവർത്തകനാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.